പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന കൂടിയേ തീരൂ. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. ഇന്ന് പലരും പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്നവരാണ്. പല കാരണങ്ങൾ അതിന് കണ്ടെത്തുന്നുണ്ട്. അതൊന്നും യാതൊരു ന്യായീകരണമായി ദൈവം സ്വീകരിക്കുകയില്ല. യേശു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, മത്തായി സുവിശേഷം 26:41, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. അപ്പം നമ്മുടെ ബലഹീനമായ ശരീരം നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ മനസ്സിനെ നാം ശക്തിപ്പെടുത്തി എടുക്കേണ്ടത്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 9:29 യേശു പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. അപ്പോൾ തിന്മയുടെ ശക്തിയെ നമ്മിൽ നിന്ന് ദൂരെ അകറ്റണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന അത്യാവശ്യമാണ്. പാപം ചെയ്യാതെ, പ്രലോഭനങ്ങളിൽ വീഴാതെ, നന്മകൾ ചെയ്യുവാനായിട്ട്, ദൈവഹിതം അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രാർത്ഥന നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ഗുരുവും നാഥനുമായ യേശു നിരവധി പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതായിട്ട്, പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ഹിതവും അറിയണമെന്ന് പറയുന്നുണ്ട്. യേശുവിൻ്റെ നിരന്തരമായ പ്രാർത്ഥനാ ശൈലി കണ്ടിട്ടാണ് ശിഷ്യന്മാർ യേശുവിനോട് ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നത്. അപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആദ്യം നമുക്ക് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ നാമവും വാഴ്ത്തപ്പെടണം. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഭൂമിയിലാകണം എന്നാണ് യേശു പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനെ തുടർന്നാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നാം യേശുവിനോട് ചോദിക്കാൻ പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട്, ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകും. അപ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും എന്ത് പ്രാർത്ഥിക്കണമെന്നും യേശു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം, നമുക്ക് ആരോടും ശത്രുത പാടില്ല. നമ്മുടെ മനസ്സിൽ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തെറ്റുകൾ നമ്മോട് ദൈവം ക്ഷമിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാനിരതരായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു.